ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, ഇത് ചെറിയൊരു സോളോ ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതെടുക്കുന്നത് 2024 ഡിസംബറിലാണ്. അപ്പോൾ ഇന്നിപ്പം ക്രിസ്മസിൻ്റെ അവധിയൊക്കെ ആയിട്ട് തന്നെ വീട്ടിൽ നിന്ന് ബോറടിക്കുകയാണ് ഗൈസ്. ഞാൻ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു ബഡ്ജറ്റ് ട്രിപ്പാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മാവേലിക്കരയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഓട്ടോയിൽ കയറി മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ അവിടെ ട്രെയിൻ കയറി നേരെ തിരുവനന്തപുരം സെൻട്രലിൽ പോയി ഇറങ്ങുക. അത് കഴിഞ്ഞ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് പോവുക. അവിടെ നിന്ന് നേരെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് പിടിച്ച് തിരിച്ച് വരിക. ഹരിപ്പാട് നിന്ന് തിരിച്ച് മാവേലിക്കര വരിക. അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. പോയി നമ്മൾ യാത്രയ്ക്കകത്ത് ചിലവായ കാര്യങ്ങളും ഫുൾ എക്സ്പെൻസിനകത്ത് പറയുന്നുണ്ട്. പോയി നമ്മളിപ്പോൾ നേരെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ എപ്പോൾ വന്നാലും ഒരു പ്രത്യേക വൈബാണ് അവിടെ. അപ്പുറത്തെ ഒരു FCIയുടെ ഫുഡ് കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ആയാലും അതിൻ്റെ മുകളിൽ കൂടെ പ്രാവ് ഇറക്കുന്നതിലെല്ലാം എപ്പോൾ വന്നാലും നല്ല രസമാണ് ഇവിടെ. സോ സമയം ഇപ്പോൾ 9:32 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേഷനിൽ തന്നെയാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് പോകുന്ന ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ട്രെയിനകത്ത് കയറി. പക്ഷേ അതിനകത്ത് ഭയങ്കര തിരക്കാണ്. ഇതിനകത്ത് എന്തായാലും കായംകുളം കരുനാപ്പള്ളിയൊക്കെ ആകുമ്പോഴത്തേക്കും സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, നമ്മളിപ്പോൾ മാവേലിക്കര കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള കായംകുളത്ത് എത്തിയിരിക്കുകയാണ്. കായംകുളം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കായംകുളം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഏകദേശം മൺട്രോ ഐലൻഡിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. മൺട്രോ ഐലൻഡ്സ് നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ എന്ന് വന്നാലും. ഇപ്പോൾ അപ്പുറത്തൂടെ മറ്റൊരു ട്രെയിൻ പോകുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് കണ്ട് അവിടെ ഒരു WDP 4D ലോക്കോമോട്ടീവ് കിടക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. കൊല്ലം ജംഗ്ഷൻ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ പറവൂരെത്തിയപ്പോഴത്തേക്ക് നമുക്കിവിടെ പഴയ അന്ത്യോദയയുടെ കോച്ച് കാണാൻ പറ്റുന്നുണ്ട്.
ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ വർക്കല ശിവഗിരി എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ മറ്റൊരു ഫേമസ് സ്റ്റേഷനാണ് വർക്കല ശിവഗിരി. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ തിരുവനന്തപുരം സെൻട്രൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സമയം 12:20 സോ ഗൈസ് അപ്പോൾ നമുക്കിനി നേരെ പോകേണ്ട അപ്പുറത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്കാണ്. ബസ് സ്റ്റാൻഡിൽ പോവുക, അവിടെ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് നേരെ ഹരിപ്പാട് ബസ്സിലേക്ക് കയറുക, സൂപ്പർ ഫാസ്റ്റ്. ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ തിരുവനന്തപുരം സെൻട്രലിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നല്ല തിരക്കാണ് ഇവിടെ. നമുക്കിനി നേരെ വെളിയിലേക്ക് പോവാം. സോ ഗൈസ് നമ്മളിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ ഫുള്ള് കാണാൻ പറ്റും നമ്മുടെ KSRTCയുടെ ചെറിയ ഇലക്ട്രിക് ബസ് ഉണ്ടല്ലോ, അതവിടെ ഫുള്ള്. പിന്നെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് മുമ്പിൽ. നമുക്ക് നേരെ അപ്പുറത്തോട്ടാണ് പോകേണ്ടത്. ഇത് നമ്മുടെ തമ്പാനൂർ ഫേമസ് ആയിട്ടുള്ള ബസ് സ്റ്റാൻഡാണ്, ബസ് സ്റ്റേഷൻ. ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ശബരിമലയിലൊരു അയ്യപ്പൻ്റെ കൗണ്ടറുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ നേരെ ഒരു AC ലോഞ്ചിലിരിക്കുകയാണ്. ഇവിടെ KSRTC തിരുവനന്തപുരം തമ്പാനൂർ പുതിയതായിട്ട് തുടങ്ങിയ AC ലോഞ്ചാണ്. ഇവിടെ മണിക്കൂറിന് 10 രൂപ വെച്ചാണ്. ഫസ്റ്റ് നമ്മൾ കയറുന്നതിന് 20 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് മണിക്കൂർ 10 രൂപ വെച്ച് എക്സ്ട്രാ മണിക്കൂർ ആവുന്നതിന്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഹരിപ്പാട് വണ്ടിയാണ്. ഹരിപ്പാടല്ല, ഇരിഞ്ഞാലക്കുടയാണ് വണ്ടി. നമ്മൾ നേരെ ഹരിപ്പാട് ഇറങ്ങും. ഹരിപ്പാട് നിന്ന് മാളിക്കരയായിട്ട് പോകാനാണ് പ്ലാൻ. വോയിസ് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു, നീ ഏത് ഫോണിലാണ് വീഡിയോ എടുക്കുന്നതെന്ന്. വോയിസിൻ്റെ ഫോണ് മോട്ടോറോള എഡ്ജ് 14 Neo ആണ്. ഇപ്പോൾ 1.5 വർഷം എടുത്തിട്ട്, 1.5 വർഷമായില്ല, 1 വർഷം 2 മാസമായി എടുത്തിട്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി വീഡിയോസാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇതിലേക്ക് ഇങ്ങനെ
പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സ്റ്റോറേജ് പെട്ടെന്ന് തീരുന്നുണ്ട്, കാരണം ചെറിയ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ലപോലെ സ്റ്റോറേജ് തീരുന്നുണ്ട്. സ്റ്റോറേജിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മളങ്ങ് ദൂരെ കാണുന്ന തിരുവനന്തപുരം ടെക്നോ പാർക്കാണ് കേട്ടോ, ടെക്നോ പാർക്ക്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആ ബസ്സിലെ ചേട്ടൻ നമുക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചു. ഉണ്ണികൃഷ്ണൻ എന്ന ബസ്സായിരുന്നു. അപ്പോൾ നമ്മളിപ്പം കൊല്ലം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാ കാണുന്ന കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൊല്ലം ബസ് സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഫാസ്റ്റ് ബസ്സുകൾ കിടക്കുന്നതാണ് ഇവിടെയൊക്കെ. പക്ഷെ കൊല്ലം ബസ് സ്റ്റാൻഡ് ഞാൻ വിചാരിച്ചത്ര പോരാ സത്യം പറഞ്ഞാൽ. ഇത് വലിയ രസമല്ലേ ബസ് സ്റ്റാൻഡ് കാണാൻ. തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു ബോട്ട് ജെട്ടി പോലെ കാണാൻ പറ്റുന്നുണ്ട്.
ഗൈസ് എല്ലായിടത്തും ഈ ഹൈവേ പണി കാരണം ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ എല്ലാം. അപ്പോൾ കരുനാഗപ്പള്ളി കാർണിവലിലെത്തി, നമ്മുടെ എച്ചാഞ്ചി മാളാണ് ഈ കാണുന്നത്, കരുനാഗപ്പള്ളി എച്ചാഞ്ചി മാൾ. ഇവിടെത്തി ഭയങ്കര തിരക്കാണ് ഇവിടെ എല്ലാം. നമ്മൾ നേരെ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ പോവുകയാണ്. ബസ് സ്റ്റാൻഡാണ് അപ്പുറത്ത് കാണുന്നത്. സോ ഈ സമയം ഇപ്പോൾ കറക്റ്റ് 6 മണി ആയിട്ടുണ്ട്, കറക്റ്റ് 6 മണി. അപ്പം കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കറക്റ്റ് 2:48 ആയപ്പോഴത്തേക്കും തിരുവനന്തപുരം തമ്പാനൂരിൽ നമ്മൾ വിട്ടയാണ് ബസ് എടുത്തായിരുന്നു ഇവിടെ നിന്ന്. പക്ഷേ ഇത്രയും സമയം എടുത്തോളം വരെ എത്താൻ. നല്ല ബ്ലോക്കായിരുന്നു, വഴിയല്ല ഫുള്ള് ബ്ലോക്കാണ് ഇവിടെ എല്ലാം. വണ്ടി ഇങ്ങനെ എഴുന്നേഞ്ഞാണ് പോകുന്നത്. സോ നമ്മൾ ഈ ചാർജിങ് പോർട്ടുണ്ടല്ലോ ബസ്സിനകത്ത്, USB Type A ചാർജിങ് പോർട്ട്, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് ഫുള്ള് പോയിരിക്കുകയാണ്. ആരുടെയൊക്കെ ചീത്തയൊക്കെ വെച്ചേക്കുവാണ്. സോ നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായി. നമ്മളിപ്പം കായംകുളത്തെത്തി. കായംകുളത്ത് നിന്ന് ഹരിപ്പാട്ടോട്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സോളോ ട്രിപ്പായിരുന്നു ഇത്. ഇത്രയും ദൂരം ചെയ്യുന്നത്. കോളേജ് വരെ പോകുന്നതല്ലാതെ ഞാൻ ഇത്രയും ദൂരം അല്ലാതെ പോയിട്ടില്ല ഒറ്റയ്ക്ക്. ഇത് ഇപ്പോൾ ആദ്യമായിട്ട് പോവുകയാണ്. ആ ഒരു എക്സ്പീരിയൻസും എല്ലാം കിട്ടി. വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞൊന്നും കിട്ടത്തില്ലായിരുന്നു. എന്തായാലും അത്ര എക്സ്പീരിയൻസ് കിട്ടി. ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ ഹരിപ്പാട് വരെ. ഹരിപ്പാട് നിന്ന് നേരെ മാവേലിക്കര അപ്പോൾ എല്ലാം കൂടെ ഒരു 6-7 കിലോമീറ്റർ കൊണ്ട് നമ്മുടെ യാത്ര അവസാനിക്കുന്നതായിരിക്കും. നമ്മുടെ ബസ് ഇപ്പോൾ ഇവിടെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടം വരെ എത്തിച്ച് ബസ് നമ്മൾ ടാറ്റ പറഞ്ഞ് വിടുകയാണ്. നമ്മൾ നേരെ ഒരു ചെങ്ങന്നൂർ വണ്ടി കയറി അവിടെ നിന്ന് ഹരിപ്പാട് നിന്ന് മാവേലിക്കരയിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ മാവേലിക്കര മിച്ചജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ സ്റ്റാൻഡ് വരെ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഫ്യൂച്ചറിലോട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ താങ്ക് യു ആൾ ഫോർ വാച്ചിങ്.